ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം ക്ലീനിങ് ടിപ്സും ട്രിക്സും അതുപോലെ ഹാക്സും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് മടക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് നമുക്ക് പല രീതിയിൽ മടക്കാം. അതിൽ ഏറ്റവും ബെറ്ററായിട്ട് മടക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഷീറ്റ് എടുത്തതിന് ശേഷം അത് 4ആയിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ബെഡ്ഷീറ്റിൻ്റെ നമ്മൾ മടക്ക് വരുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡിൽ നമ്മൾ അത് പുറകിലേക്ക് മടക്കി വെക്കുകയാണ് ഒരു പോർഷൻ. അപ്പോൾ നിങ്ങൾ അത് മടക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ആ ഒരു ലെയറായിട്ട് വരുന്ന ആ ഒരു പോർഷൻ എടുക്കാതെ ആ മടക്ക് വരുന്ന സൈഡ് തന്നെ നമ്മൾ അടിയിലേക്ക് മടക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടിയിലേക്ക് മടക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും അത് ഫ്രണ്ടിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, ഈക്വലായിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്നിച്ചാക്കാനായിട്ട് നമ്മൾ ഒന്നോടൊന്ന് ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ ഈക്വലായിട്ട് വരും. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പില്ലോ കവർ ഉണ്ടല്ലോ, അത് നന്നായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്നോടൊന്ന് മടക്കി കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അടിയിലേക്ക് മടക്കി ആ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്കും നിർത്തിയിട്ട് അത് ആ ഒരു ഷീറ്റ് ഒന്ന് നമ്മൾ തിരിച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മൾ പോക്കറ്റ് പോലെ ഈ ഒരു രൂപത്തിൽ കിട്ടും. അതായത് ഫസ്റ്റ് നമ്മൾ അടിയിലേക്ക് മടക്കി ആ ഒരു പോർഷൻ പോക്കറ്റ് രൂപത്തിലേക്കാക്കും. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മുടെ ഷീറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഷീറ്റ് മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പോക്കറ്റിലേക്ക് ആക്കി കഴിയുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഒരു നമ്മുടെ കുഷ്യൻ പോലെ തന്നെ നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റ് മടക്കിയെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ മടക്കിയെടുക്കുമ്പോഴത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒതുക്കി വെക്കാനായിട്ടും പറ്റും. കുറഞ്ഞ സ്പേസിൽ നമുക്കിത് വെക്കാം. അതുപോലെ ഷീറ്റും പില്ലോ കവറും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും താഴെ പോകത്തൊന്നുമില്ല, നല്ല നീറ്റാക്കി നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പം ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ബെഡ്ഷീറ്റ് മടക്കി ഒതുക്കി വെക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഈ ബെഡ്ഷീറ്റ് വിരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ 2 രീതിയിൽ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അത് ടക്കിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ ഒരു ഷീറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു മടക്കിയതിന് ശേഷം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കോർണർ ഉണ്ടല്ലോ, നമ്മൾ ബെഡിൻ്റെ കോർണറൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മൾ ബെഡിൻ്റെ 4 സൈഡും ഇതേപോലെ തന്നെ ടക്കിൻ ചെയ്ത് ബെഡ്ഷീറ്റ് വിരിച്ചെടുക്കാവുന്നതാണ്. അപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഷീറ്റ് വിരിക്കാം. അപ്പോഴും ഇത് ഈ ഒരു ലുക്കിൽ നമുക്ക് ബെഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പം ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. കാരണം കുട്ടികളൊക്കെ ഉള്ളപ്പോഴത്തേക്കും മറ്റേ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം ഈ രീതിയിൽ 4 സൈഡും ഷീറ്റിൻ്റെ 4 സൈഡും ഒന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. ഒന്നുള്ളിലേക്കാക്കി കെട്ടിക്കൊടുത്തിട്ട് ആ കെട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ടക്കിൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നല്ല ഫിറ്റായിട്ട് നമ്മുടെ ബെഡ്ഷീറ്റ് 4 സൈഡും ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ അതല്ലാതെ നമ്മുടെ ഈ സൈഡൊക്കെ ബെഡ്ഷീറ്റ് സൈഡൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഒരു സ്പാച്ചുല എടുത്തിട്ട്, അതിപ്പോൾ വുഡൻ ആണെങ്കിലും മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചട്ടുകമാണ് കേട്ടോ. അപ്പോൾ ചട്ടുകം വെച്ചിട്ട് എനിക്ക് സ്റ്റീലിൻ്റെ ചട്ടുകം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സൈഡും നമുക്ക് ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം എടുത്താലും നമുക്ക് ബെഡ്ഷീറ്റ് മാറുന്നിടം വരെ നല്ല വൃത്തിയായിട്ട് ഷീറ്റ് വിരിച്ചാൽ ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അടുത്തത് വന്നിട്ട് ഒരു ക്ലീനിങ് ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാൽ പോലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതൊരു പില്ലോ കവറാണ്. ഒരു പഴയ പില്ലോ കവർ ഞാൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. കീറിയിട്ടും ഉണ്ട്. അപ്പോൾ ആ ഒരു പില്ലോ കവർ വെച്ചിട്ട് ഫാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫാനിൻ്റെ ലീഫ് ഈ ഒരു പില്ലോ കവർ ഉള്ളിലാക്കിയതിന് ശേഷം ഇതൊന്ന് ഡസ്റ്റൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി അവിടേക്കും ഇവിടേക്കൊന്നും ആയി വൃത്തികേടാവത്തുമില്ല. നമുക്കാണെങ്കിലും പൊടി അടിക്കാതെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല സൊല്യൂഷനും യൂസ് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പില്ലോ കവർ അതിലേക്ക് ആക്കിയതിന് ശേഷം ഇങ്ങനെയൊന്ന് തുടച്ചെടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ഞാൻ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അലർജി, പൊടിയൊക്കെ അലർജി ഉള്ളവർക്കാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. താഴെയൊക്കെ ആണെങ്കിലും ഒരുപാട് ഫാനിൽ നിന്ന് അഴുക്കൊന്നും വീണ് പിന്നെ ഇരട്ടിപ്പണി നമുക്കാവില്ല. അപ്പോൾ കണ്ടില്ലേ, പില്ലോ കവറിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആ ഒരു പൊടി അഴുക്കുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനിയിപ്പോൾ ഈ പില്ലോ കവർ ഒന്ന് കഴുകിയിട്ടാൽ മാത്രം മതിയാകും. ഒരുപാട് സമയവും ലാഭിക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതും നമുക്കൊരു ക്ലീനിങ് ടിപ്പാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പൈപ്പുകളിലൊക്കെ വാട്ടർ സ്റ്റെയിൻ ഉണ്ടാകും. പ്രത്യേകിച്ച് ഹാർഡ് വാട്ടർ ഒക്കെ ആണെങ്കിൽ എന്തായാലും അതിൽ വൈറ്റ് ആയിട്ടുള്ള പാടുകളും കറുത്ത പാടുകളും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ ഒഴിക്കുകയാണ് കേട്ടോ. ഒരുപാട് വിനീഗർ ഒന്നും വേണ്ട, വളരെ കുറച്ച് മതി. അതിൻ്റെ കൂടുതൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഈ ഒരു മിക്സിലേക്ക് മുക്കിയിട്ട് ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ പൈപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പൈപ്പ് ഫുള്ളായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒന്ന് മുക്കിയതിന് ശേഷം ഒന്ന് കവർ ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ പൈപ്പ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ ഒരു 3 ടിഷ്യൂ പേപ്പറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു 15-20 മിനിറ്റ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് ആ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് വെച്ച് തന്നെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് പൈപ്പ് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ആ പൈപ്പൊക്കെ ഒന്ന് നീറ്റാക്കിയതിന് ശേഷം നമ്മളൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തോ അല്ലെങ്കിൽ വൈപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പൈപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. എന്തായാലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് വന്നിട്ട് കുറച്ചധികം വെള്ളം ഞാൻ സോസ് പാനിൽ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വുഡൻ സ്പാച്ചുലയൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ലിക്വിഡ് വാഷ് ആണെങ്കിലും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഡ്രോപ്പ് പ്രില്ലിട്ടതിന് ശേഷം വുഡൻ സ്പാച്ചുല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലെ അഴുക്കുകളൊക്കെ പോകാനായിട്ട്. അഴുക്കുകൾ എന്ന് പറയുമ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇതിൽ മസാലകളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അങ്ങനെയുള്ളതിൻ്റെ എല്ലാം ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും എത്ര കഴിക്കാലും. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തിളപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ കളറ് മാറിയത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റെങ്കിലും മിനിമം നിങ്ങളിങ്ങനെ തിളപ്പിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് തിളപ്പിക്കുന്നുണ്ട്. കാരണം ഫുള്ളായിട്ട് കവർ ആകുന്നില്ലല്ലോ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് മൊത്തത്തിൽ തിളപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പ്രില്ലിട്ടതിന് ശേഷം ഞാനൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ബാക്കി അഴുക്കുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഈ ഒരു സ്പാച്ചുലയൊക്കെ ഞാനൊന്ന് ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലെ ആ ഒരു വെള്ളമയമൊക്കെ മാറി കിട്ടും. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു തവിയലൊക്കെ ഫുള്ളായിട്ട് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്കും തവിയൊക്കെ നല്ല ക്ലീനായിട്ട് നല്ല പുതിയ തവികൾ പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിലുള്ള വുഡൻ സ്പാച്ചുലയൊക്കെ നിങ്ങൾ ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്ത് നല്ല പുതിയതുപോലെ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു സ്പ്രേ ബോട്ടിലും എടുത്തിട്ടുണ്ട്, കംഫർട്ടിൻ്റെ ഒരു ബോട്ടിലും എടുത്തിട്ടുണ്ട് കേട്ടോ. കംഫർട്ടിൻ്റെ ബോട്ടിൽ കാലിയാണ്, കുറച്ച് മാത്രമേ അതിനകത്തുള്ളൂ. എന്തായാലും ആ ഒരു സ്മെല്ല് അതിനകത്തുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ കംഫർട്ടും വെള്ളവും കൂടെയുള്ള മിക്സ് നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഉണ്ടാക്കുമ്പം അതിലേക്ക് ആണെങ്കിലും ഒരു ഡ്രോപ്പ് കംഫർട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കിച്ചണിലാണെങ്കിലും ഡൈനിങ് ടേബിളിലാണെങ്കിലും ഒക്കെ നല്ലൊരു സ്മെല്ല് വരാനായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട്. അപ്പോഴേക്കും നല്ലൊരു സ്മെല്ലും വരുന്നതായിരിക്കും, നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കർട്ടനൊക്കെ ഉണ്ടല്ലോ, കർട്ടനിലൊക്കെ ഈ ഒരു സ്പ്രേ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീട്ടിലും നല്ലൊരു സ്മെല്ല് വരുന്നതായിരിക്കും. ഒരുപാടൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഈ ഒരു കംഫർട്ടും വെള്ളം കൊണ്ടുള്ള മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് ടിപ്സ്. ഇതിലേറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ടിപ്പ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്